ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഇന്നലെ 8-ാം അധ്യായത്തിൽ വായിച്ചു. ശമൂവേലിൻ്റെ മക്കൾ അനീതിയായി പ്രവർത്തിച്ചുകൊണ്ട് രാജാവ് വേണമെന്ന് ഇസ്രായേൽ ജനം ആഗ്രഹിക്കുകയാണ്. അപ്പം അതിനവിടെ ആഗ്രഹപ്രകാരം ചെയ്യുവാൻ യഹോവയായ ദൈവം ഇവിടെ അനുവദിക്കുന്നു. അതനുസരിച്ച് 1-ാമത്തെ രാജാവായി ശൗലിനെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കാണാതെ പോയ കഴുതകളെ തേടി വന്ന ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട കർഷകനായ ഒരു യുവാവിനെ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി വാഴിക്കപ്പെടുന്ന സംഭവമാണ് ഇനി നമ്മൾ വായിക്കാനായി നമ്മൾ പോകുന്നത്. ശൗലിൻ്റെ വരവിനെക്കുറിച്ച് ശമൂവേൽ പുരോഹിതന് ശമൂവേലിന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചു. കാരണം അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. തൻ്റെ ബാല്യകാലത്തെ യഹോവയായ ദൈവം തന്നെ വിളിച്ചപ്പോൾ മുതൽ ഇന്നുവരെ ദൈവത്തെ വിട്ടൊരു കാര്യം ശമൂവേലിനെ ഇതുവരെയും അദ്ദേഹം ചെയ്തിട്ടില്ല. തൻ്റെ മക്കളെ വേണ്ട രീതിയിൽ ശിക്ഷണത്തെ അദ്ദേഹത്തെ വളർത്താൻ ശ്രദ്ധിച്ചില്ല എന്നത് മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു കുറവായിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ച അനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുന്നു. ആ കാലങ്ങളിൽ ഇപ്പോൾ പ്രവാചകന്മാരെന്ന് പറയുന്ന ദീർഘദർശിമാരെന്നാണ് വിളിച്ചിരുന്നത്. കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന വ്യക്തികളെന്ന അർത്ഥത്തിൽ ദീർഘദർശിമാരെന്ന് പറയുന്നു. ഇപ്പോൾ പ്രവാചകൻ എന്നുള്ള വാക്ക് പിന്നീടുണ്ടായതാകാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അവരിങ്ങനെ ഈ മനുഷ്യനിങ്ങനെ കഴുതകളെ തേടി അന്വേഷിച്ച് പോവുകയാണ്. കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു ദൈവപുരുഷനടുത്ത ഗ്രാമത്തിലുണ്ടെന്നറിഞ്ഞു. അവിടെ പോകാമെന്ന് അദ്ദേഹത്തിൻ്റെ ദാസൻ പറഞ്ഞ അനുസരിച്ചാണ് ചെന്ന് ശമൂവേലിനെ അവിടെ ചെന്ന് കാണുന്നത്. ശമൂവേലിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഗിരിമുകളിൽ ചെന്നെത്തുന്നു. അവിടെയാണ് ബലിപീഠം. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ പൂജാഗിരികളൊക്കെയും അവർ സ്ഥാപിച്ചിരുന്ന മലമുകളിലാണ്. മലമുകൾ ദൈവസാമീപ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമായി ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ താഴ്വരയിൽ നിന്ന് മലമുകളിലേക്ക് കയറി വരണം. ദൈവം മലമുകളിൽ അവിടെ ഇറങ്ങി വന്ന് 10 കൽപ്പനകളെ കൊടുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നതിന് ശേഷം ആ പേടകം ഉറച്ചത് മലമുകളിലാണ്, അരാരാത്ത് പർവ്വതത്തിലാണ്. ഇസ്ഹാക്കിൻ്റെ ബലി നടന്നത് മോറിയ മലയിലാണ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഗോഗുൽത്താ മലമുകളിലാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തെങ്കിലേക്ക് ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? അത് പർവ്വത മുകളിൽ നിന്ന് അത് വരുന്നു. താഴ്വര എന്നുള്ളത് പാപത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമായി കാണുന്നു. അവിടെയാണ് കൂടുതൽ ദുശ്ചിന്തകളും അപ്രകാരമുള്ള അശുദ്ധമായ ജീവിതങ്ങളൊക്കെയും. പർവ്വത മുകളിൽ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ശമൂവേൽ താമസിക്കുന്നത്. അവിടെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബലിപീഠം അവിടെയുണ്ട്. അവിടേക്ക് ഈ മനുഷ്യൻ ആനയിക്കപ്പെടുകയാണ്. രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, ദൈവസാമീപ്യമാണെന്നുള്ളൊരു സൂചന ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ശൗൽ അവിടെ ചെല്ലുന്നു. അപ്പോൾ ശൗലിൻ്റെ കൂടെയുള്ള ഭൃത്യൻ പറഞ്ഞു, ഈ പ്രവാചകരെ കാണുമ്പോൾ നമുക്ക് കൊടുക്കുവാനൊന്നുമില്ല. അന്ന് ദൈവപുരുഷന്മാരെ കാണുമ്പോൾ അവരവരുടെ കയ്യിലുള്ളിൽ നിന്ന് ദശാംശം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നിരിക്കാം. ഭക്ഷണപദാർത്ഥങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ ഇത് തീർന്നുപോയി. അപ്പം പറഞ്ഞു, 1/4 ശെക്കേൽ വെള്ളി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് കൊടുക്കാം.
അങ്ങനെ അതുമായി അവർ ശമൂവേലിൻ്റെ അടുത്ത് ചെല്ലുന്നു. ശമൂവേലോട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഈ മനുഷ്യന് പ്രത്യേകമായ ഭക്ഷണം അവിടെ വിളമ്പുകയാണ്. കാൽക്കുറുക് കൊണ്ടുവന്ന് പ്രത്യേകമായി എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിലെ അദ്ദേഹത്തെ അവിടെ ആദരിക്കുന്നു. കാരണം ദൈവം ശമൂവേലിന് ദൈവമെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ശൗലിനെ കണ്ടപ്പോൾ തന്നെ ശമൂവേലിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച മനുഷ്യൻ, അവനെയാണ് നീ അഭിഷേകം ചെയ്യേണ്ടത്. പിന്നീട് ശമൂവേൽ ആ രീതിയിലാണ് ഈ മനുഷ്യനെ കാണുന്നതും അവനോട് ഇടപെടുന്നതും അവനോട് പെരുമാറുന്നതും അവനെ സ്വീകരിക്കുന്നതും. അവന് വൈകിട്ട് കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ബെഡ് വരെ തയ്യാറാക്കിയിരിക്കുന്ന കാര്യം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മാനുഷികമായ ഒരു മാനദണ്ഡം അതിന് ബാധകമില്ല. ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ ബെന്യാമിൻ, ഈ 12 ഗോത്രങ്ങൾ ഏറ്റവും ചെറിയ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഞാനൊരു കൃഷിക്കാരനാണ്, എനിക്ക് പ്രത്യേകിച്ച് എന്നെ ആദരിക്കത്തക്കവണ്ണം മാനിക്കത്തക്കവണ്ണം എന്താണ് എന്നിലുള്ളത്? പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് മാനുഷികമായൊരു മാനദണ്ഡവും ബാധകമല്ല എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം. നമ്മുടെ കർത്താവും ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കുടുംബ മഹിമ നോക്കിയോ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളതായ ജ്ഞാനത്തിൻ്റെ ആ പൂർണ്ണതയിലെത്തിയവരെ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്ത മുക്കുവന്മാരെയും ചുങ്കസ്ഥലത്തിരിക്കുന്നവരെയും അങ്ങനെയുള്ള സമൂഹത്താൽ തള്ളപ്പെട്ട പാപികളെന്ന് പറഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയാണ് കർത്താവ് ശിഷ്യത്വത്തിലേക്ക് വിളിച്ചതും അവരിലൂടെയാണ് ദൈവം പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. മാനുഷികമായ മാനദണ്ഡമൊന്നും ദൈവത്തിൻ്റെ മാനദണ്ഡമല്ല. ദൈവ മനുഷ്യനെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവായി വാഴിക്കാൻ വേണ്ടി പോകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവം വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ ദൈവനിയോഗപ്രകാരമാണ് ശൗലിനി രാജാവാകാൻ വേണ്ടി പോകുന്നത്. ന്യായാധിപന്മാരുടെ കാലം അവസാനിക്കുകയാണ് ശമൂവേലിനോട് കൂടി. കാരണം ശമൂവേലിൻ്റെ മക്കൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദൈവം ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ യഹോവയായ ദൈവം ശമൂവേൽ ഈ മനുഷ്യനെ കാണുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ 17-ാം വാക്യം, എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവൻ തന്നെ. എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ സ്വന്തം ജനം. ഈ ജനം പലപ്പോഴും ദൈവത്തെ വിട്ടു പോകാറുണ്ട്. അന്യദൈവങ്ങളുടെ പിന്നാലെ പോയാൽ പോലും, അവർ ദൈവത്തെ ഉപേക്ഷിച്ചാൽ പോലും ദൈവം അവരെ ഉപേക്ഷിക്കില്ല. കാരണം ദൈവം അത്രമാത്രം അവരെ സ്നേഹിച്ചു. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം ദൈവം ഒരിക്കലും അത് മറക്കുകയില്ല. ഇന്നും ദൈവം നമ്മളെ കരുതുന്നത് നമ്മുടെ ആരുടെയും പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസവും അവർ ദൈവസ്ഥലത്തിൽ കാട്ടിയതായ സമർപ്പണവുമാണ് നമുക്കിന്ന് അനുഗ്രഹമായി ഭവിക്കാൻ കാരണമായി തീർന്നു. ദൈവം നമ്മളെ മറക്കാതെ കാത്തു പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണെന്നുള്ള ബോധ്യത്തോടെ സമർപ്പിതമായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. ഇവിടെ ശമൂവേൽ ഈ ശൗലിനെ കണ്ടെത്തുന്നതും ഇനി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ പോകുന്ന കാര്യമാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ ഒരു നടത്തിപ്പിനെ കാണാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. നമ്മൾ ഏത് സാഹചര്യത്തിൽ വളർന്നാലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം ദൈവമേ അവിടുത്തെ ഹിതപ്രകാരം എന്നെ വഴി നടത്തണമേ, ജീവിക്കാനിടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.